ഡിജിറ്റൽ ലൈവ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിൽ. ഇനി അടുത്തതായി ഇശൽ നാടകം റൗണ്ടിൽ സുൽത്താൻ ബാദുഷാ. ചെയ്യും പൂമാൻ ഇല്ല, കണ്ണുനീർ തുടയ്ക്കുന്നൊരിൻസാൻ ഇല്ല, യതീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ. അല്ലാഹുവേ, ഇത് വല്ലാത്തൊരു സമാൻ. ഇല്ല, ദുനിയാവിൽ ഹൈർ ചെയ്യും പൂമാൻ ഇല്ല, കണ്ണുനീർ തുടയ്ക്കുന്നൊരിൻസാൻ യതീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ. അല്ലാഹുവേ, ഇത് വല്ലാത്തൊരു സമാൻ. ൊരു സമാൻ. ഇല്ല, ദുനിയാവിൽ ഹൈർ ചെയ്യും പൂമാൻ ഇല്ല, കണ്ണുനീർ തുടയ്ക്കുന്നൊരിൻസാൻ ഇല്ല, യതീമിനെ തുണയ്ക്കുന്ന മുസൽമാൻ. അല്ലാഹുവേ, ഇത് വല്ലാത്തൊരു സമാൻ.
ബാദുഷാ, ഹായ്. ഇത് ഏത് റൗണ്ടിലെ സോങ് ആയിരുന്നു? ഇശൽ നാടകം. ഇശൽ നാടകം റൗണ്ട് അല്ലെ. നമ്മുടെ ഇന്നത്തെ നാടിന്റെ ഒരു ദുരവസ്ഥ അല്ലെ, അതാണ് ഈ ഒരു സോങ്ങിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും എന്താണ്, ഹജ്ജിന് പോകുന്നുണ്ട് അല്ലെ, ഹാജിയാർ എന്നുള്ളൊരു പേര് വീഴാൻ മാത്രം, അങ്ങനെ ഓരോ കാര്യങ്ങളും നല്ലൊരു മെസ്സേജ് ഉള്ള സോങ് ആയിരുന്നു. നന്നായിട്ട് പാടിയോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാണ്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു, നല്ല രസമായിട്ടൊക്കെ പാടി. ഇനി പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയോ? കുറച്ചറിയാം. കുറച്ചറിയാം. ആ കുറച്ചറിയുന്നതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേ. പാടിയിട്ടുള്ളത് MS ബാബുരാജിക്കാണ്. ഇത്ര അറിയുള്ളൂ. ഇനി നമുക്ക് ഫൈസൽ സാറിനോട് ചോദിച്ചോളാം അല്ലേ. ഓക്കെ, ഫൈസൽ സർ. മോനെ, ഇത് പിന്നെ പറഞ്ഞത് കറക്റ്റാണ്. ബാബുക്ക ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി എന്ന മൂടുപടം എന്ന സിനിമയിലെ പാട്ട്, അതുപോലെ സുബൈദയിലെ പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്തൊക്കെ ബാബുക്ക തന്നെ പാടിയത്. ഇത് നാടകത്തിലെ പാട്ടാണെന്ന് പറഞ്ഞിട്ടോ. കോഴിക്കോട്ട് വളരെ പ്രസിദ്ധമായ ഒരു നാടകം മരുപ്പച്ച 1950കൾക്കൊക്കെ മുമ്പാണ്. PN മാലിക്കോയൊക്കെ, അദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്താണ് മരിച്ചത്, ഒരു വർഷം മുമ്പാണ് നമ്മോട് ഇവിടെ പറഞ്ഞത്. PN മാലിക്കോയൊക്കെയാണ് ഈ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ അവരൊക്കെ പ്രവർത്തിച്ച മരുപ്പച്ച എന്ന നാടകത്തിലെ ഗാനമാണിത്. മരുപ്പച്ച. അലിയാര കല്യാണം എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അതൊക്കെ ഈ നാടകത്തിലെ പാട്ടാണ്. പിന്നെ ഹിറാ ഗുഹയിൽ നിന്ന് കേട്ടു, അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. മനസ്സിന്റെ മലർവാടി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, അതൊക്കെ ഈ നാടകത്തിലേതാണ്. ഇതില് PM കാസിം എന്നൊരു രചയിതാവുണ്ട്. PM കാസിം. ഇപ്പം ബൈജിക്ക് ഞാൻ മനസ്സിലായി തരാം. ഇപ്പോ രണ്ട് കണ്ണ് എന്ന് പറഞ്ഞ പാട്ടിൽ അന്നയും റസൂലും എന്ന സിനിമയിൽ ഇപ്പൊ വന്നേ, അത് മുമ്പൊരു സിനിമയിൽ വന്ന പാട്ടാണ്. ആ പാട്ട് ഇത് ഈ PM കാസിം ഖയാണ്. ഈ PM കാസിം ഖയാണ് ഇല്ലാ ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ എന്ന് പറഞ്ഞ ഈ പാട്ട് എഴുതിയത്. ബാബുക്ക തന്നെ ചിട്ടപ്പെടുത്തി അദ്ദേഹം തന്നെ പാടുന്നത്. ഈ പാട്ടിന്റെ ഒരു സ്റ്റൈലിൽ ഒരു പാട്ട് മുമ്പ് ഇവിടെ പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള PM കാസിം ഖയുടെ രചനയില് ബാബുക്ക. ഇപ്പൊ എനിക്ക് ഒരു കാര്യം പറയട്ടെ, ഒന്നുകിൽ മോൻ ബാബുക്ക പാടിയത് ഇത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ മോന്റേതായ സ്റ്റൈലിൽ പാടിയതാണ്. ഇതിലേതാണ് ശരി? ആര് പാടിയതാ കേട്ടിരുന്നേ ബാദുഷാ? ബാബുരാജിക്ക പാടിയ കേട്ടതല്ല. ഓക്കെ, ഒറിജിനൽ സോങ് തന്നെ കിട്ടിയായിരുന്നോ കേൾക്കാൻ? അല്ല, കിട്ടിയിട്ടില്ല. എങ്ങനെ പഠിച്ച പാട്ട്? ഇത് ട്രാക്കിൽ വേറെ ആൾ പാടിയിട്ടുണ്ട്, അത് കേട്ട് പഠിച്ചു. അത് കേട്ട് പഠിച്ചാണ്. കാരണം ബാബുക്കയുടെ സ്റ്റൈലിന് വ്യത്യസ്തമാണ് അവസാനമൊക്കെ ബാദുഷ പാടിയത്. പിന്നെ പല്ലവി തന്നെ ബാബുക്ക പാടി വ്യത്യസ്തമായ ഒരു ശൈലിയൊക്കെ ഇതിൽ ബാദുഷ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഓരോ ചോദ്യവും നമ്മുടെയൊക്കെ നേരെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ ഹിറ്റായത്. ഏത് സദസ്സിലും ഈ പാട്ട് കറക്റ്റായി പാടാൻ പറ്റുന്നുള്ളതാണ്. ഏതായാലും മോൻ പിന്നെ പാട്ടിനെ കുറിച്ച് പറയാനല്ല, ഒരു എക്സലന്റ് പെർഫോമൻസ് ആണ്. വളരെ ഗംഭീരമായിട്ട് ബാദുഷ ഇത് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. രേണുത. ബാദു, ഹായ്. ഇത് നന്നായി പാടി മാത്രം പറഞ്ഞാ പോരാ, അടിപൊളിന്ന് പറഞ്ഞാലും പോരാ. മനസാധ്യമായിട്ട് പാടിയേട്ടാ. താങ്ക് യു. കാരണം എന്താ, ഇതിലൊരു കാര്യമുള്ളത്, ഹൈ പോകുന്നു അതേപോലെ ബേസിലോട്ടും. അപ്പൊ അത് നമ്മൾ എന്താ പറയാ, സമ്മതിച്ചായിരുന്നു മോനെ. താങ്ക് യു. കാരണം അങ്ങനെയല്ല, ആ ബേസിലൊക്കെ ഈ സംഗതികള് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പിന്നെ അത്ര ഇങ്ങോട്ട് വീണിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ബേസും ഒരുപോലെ തന്നെ ഹൈയും. കാരണം ഈ ഒരു ചെറിയ ഏജ് അല്ലേ, അപ്പൊ ആ ഒരു വയസ്സിൽ അതൊക്കെ നല്ല ഇതായിട്ട് തന്നെ മോളിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു രേണുത. ചേച്ചിയ കമ്പനി ഷാൻസറിന്റെ അടുത്ത്. ഷാൻസ്. ബാദു, ഹായ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ബാദു. എന്തോന്നറിയാ, ആ പാന്റിന്റെ കളറ് ഇങ്ങനെ എന്റെ കണ്ണിലിങ്ങനെ അപ്പൊ ഇനി പാട്ടിനെ പറ്റി പറയാം. ബാദു കളിക്കടാ. താങ്ക് യു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാദു പാടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോ ബേസ് വരുമ്പോൾ ചെറിയ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. പക്ഷെ ഇത്തവണ ശരിക്കും ആ ബേസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. താങ്ക് യു. എനിക്കാകെ ഇത് ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് ഒരു കാരണവശാലും ഞാൻ മാർക്ക് കുറക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഹൈ പാടുമ്പോൾ മൈക്ക് കുറച്ചുകൂടി ഒന്ന്
അകത്തി വെക്കുക. ഓക്കെ, അതിപ്പോഴ് രേനത്ത് ഒന്നുകൂടി പാടിച്ചപ്പോൾ വളരെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഹൈ പാടുമ്പോൾ ഭയങ്കര ഷ്രില്ലായിട്ട് തോന്നും. മൈക്ക് പ്ലേസ്മെന്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. ആ ത്രോട്ടിന്റെ മുകളിലുള്ള കൺട്രോൾ, ഫീൽ എല്ലാം ഔട്ട്സ്റ്റാൻഡിങ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഹമീദ് സർ. പൊന്നുമോനെ ബാധു, ഹായ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? പറയാം. സത്യം പറയൂ? ബാദു സത്യം മാത്രമേ പറയുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. അല്ലേ? ഈ ബാധുവിന്റെ ആ കൊച്ചിളം ചുണ്ടില് ഒരു കൊച്ചു പൂങ്കുരുവി കൂട് കെട്ടിയിട്ടുണ്ടോ? ഒന്ന് ബൈജോൾ നോക്കി പറയോ? ഇത് ഞങ്ങള് കുറെ നോക്കിയതാ, കാണുന്നില്ല. ഒരു കുരുവിയല്ല, ഒരുപാട് കുരുവി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഫാന്റാസ്റ്റിക്, എക്സലന്റ്, സൂപ്പർബ്. താങ്ക് യു. എന്താ പറയേണ്ടത്? A+ എന്നൊരു കാറ്റഗറി ഉണ്ടോ അതില്? അതിനും മുകളില് അല്ലേ? അല്ല, ശരിക്കും ബാദുഷയുടെ ഒരു കഴിവും ഇത് ബൈ ബർത്ത് ആണിത്, ഇത് ഗോഡ് ഗിഫ്റ്റ് ആണിത്, ഒരു സംശയമില്ല. കീപ് ഇറ്റ് അപ്പ്. അത് പാടുമ്പോൾ അതിന്റെ ഓരോ വരിയിലെയും ഓരോ വാക്കുകളുടെ അർത്ഥവും അതിന്റെ ഭാവവും ഉൾക്കൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ അതിമനോഹരമായി Thank you. പാടി അത് ഫലിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു. ഈ റിയാലിറ്റി ഷോയുടെ വിശേഷിച്ചും ഈ 14-ാം രാവിന്റെ ഇതിന്റെ ഈ കൈനീട്ടം എന്ത്, അല്ലെങ്കിൽ ഇതിന്റെ സംഭാവന എന്ത്, അല്ലെങ്കിൽ ഇതിന് അവശേഷിച്ചു പോകുന്ന ബാക്കി പത്രം, അതിന്റെ തിരുശേഷിപ്പുകൾ എന്ത്, അല്ലെങ്കിൽ അതിന്റെ ധന്യത എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഏറ്റവും മുന്തിയ ഒരു ഉത്തരമാണ് ബാധു. താങ്ക് യു. തീർച്ചയായിട്ടും നാളത്തെ ഈ സംഗീത ലോകത്തെ ഒരു അത്യുജ്വല താരകത്തിന്റെ ഉദയം റിയാലിറ്റി ഷോയിലൂടെ 14-ാം അവരുടെ സംഭവിച്ചിരിക്കുന്നു താങ്ക് യു. എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാളെ തെളിയാൻ പോകുന്നതേ ഉള്ളൂ ആ സത്യം. എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ബാദുഷാ, സാറിന്റെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് അത്രയും അസലായിട്ട് പാടി. ശരിക്കും ബാദുഷയുടെ ആ കഴിവിനനുസരിച്ചുള്ള എഫേർട്ട് ബാദുഷയുടെ അടുത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇത്രയും നല്ലൊരു റിസൾട്ട്. അപ്പോ ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ആരടുത്തുനിന്ന് ചോദിക്കണ്ടേ? എവിടെ നിന്നായാലും പ്രശ്നമില്ല, നമുക്ക് നല്ല മാർക്ക് കിട്ടും അല്ലേ? അപ്പോ ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഫൈസൽ സാർ, ആരാണ് ഹജ്ജിന് പോകുന്നത് അവിടെ എന്നല്ല, പോകുന്നത് ഇവിടെ, ഒന്ന് ഇവിടെ എന്നാണ്. അന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിനെയൊക്കെ പാടുമ്പോൾ. അത് ഈ പോകുന്ന അവിടെ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. മക്ക അവിടെയാണല്ലോ, കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഒറിജിനൽ അങ്ങനെയാണ് കേട്ടോ. അത് രണ്ടാമത് മുമ്പ് പാടുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചത്. ഓക്കെ, കുഴപ്പമില്ല, അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ ഒറിജിനൽ ഇങ്ങനെ തന്നെയാണ്. ഓട്ടെ, ഞാൻ 29 മാർക്ക്. താങ്ക് യു. 30-ൽ 29 മാർക്ക്. താങ്ക് യു ഫൈസൽ സാർ. രഹണത്ത? ഞാനും കുറയ്ക്കുന്നില്ല, 29. താങ്ക് യു. 30-ൽ 29 മാർക്ക്. താങ്ക് യു രഹണത്ത. ഷാൻ സാർ? അപ്പം ബാദു 29. താങ്ക് യു. 29. 30-ൽ 29 മാർക്ക്. താങ്ക് യു ഷാൻ സാർ. ഹമീദ് സാർ? 10-ൽ ബാധു, എത്ര വേണം മാർക്ക്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എത്രയായാലും കുഴപ്പമില്ല. ഒരു മാർക്ക് കുറച്ച് 9 മാർക്ക് ഞാൻ തരുന്നത്. താങ്ക് യു. 10-ൽ 9 മാർക്കാണ് ഹമീദ് സാർ നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്കോറാണ് അല്ലെ? 100-ൽ 96 മാർക്ക്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നല്ലോണം പാടി ഇതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങണം. ഇനി ഇപ്പൊ നമുക്ക് എത്ര മാർക്കാ മിസ് ചെയ്തിരിക്കണേ? 4 മാർക്ക് അല്ലേ? ഇനി ആ 4 മാർക്കും കൂടി വാങ്ങിച്ചെടുക്കണം. സുൽത്താനാവണ്ടേ? എന്തൊക്കെ പറയണേ? ഫ്രണ്ട്സ് എങ്ങനെയാ പറയണേ? എല്ലാവരും നല്ല അഭിപ്രായമാണ്. പ്രോഗ്രാം കാണാറൊക്കെ ഉണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.